നഷ്ടപ്പെട്ട സമയം ഇനിയൊരിക്കലും കണ്ടെത്താനാവില്ല. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ഈ വാക്യത്തിലൂടെ കൂട്ടുകാരെ നമുക്ക് സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. സമയം ആരെയും കാത്തു നിൽക്കില്ല. സമയം കളയുന്നവർ തങ്ങളുടെ അവസരവും കളയുന്നു. സമയം നമ്മൾ നന്നായി ഉപയോഗിച്ചാൽ പഠനത്തിൻ്റെ വിജയം നേടാനും ജീവിതത്തിൽ നല്ല മുന്നേറ്റം നേടാം. അതുകൊണ്ട് കൂട്ടുകാരെ, സമയം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ വേദാസ് വിജയ് തേർഡ് ബി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം. നമ്മൾ നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തെക്കുറിച്ചല്ലേ ഏതാനും ദിവസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ സൗന്ദര്യം വിളിച്ചെഴുത്തുന്ന ഒരു കവിത നമുക്ക് കേട്ടാലോ? എൻ്റെ കേരളം, ഗോപാലകൃഷ്ണൻ കോലഴി. പാടും പുഴകളും തോടും മൂടി കൂടും മലരണിക്കാടും നീളി കളകളം പാടും കാട്ട് ചോലയുമാമണി മീടും വെള്ളിയാഴഞ്ഞാണ് പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും ചീലി നിവർത്തി നിന്നാടും കൊച്ചു കേരമരതകത്തോപ്പും നീളെ കൂരിലോളി തിങ്ങി എൻ്റെ കേരളം എന്തൊരു ഭംഗി. 2ാം ക്ലാസ്സിലെ പഴയ മലയാളം പാഠപുസ്തകത്തിലെ ഈ കവിത നമുക്ക് വേണ്ടി മനോഹരമായി ആലപിച്ചത് 4Cയിലെ എഡ്വിൻ വിജിനാണ്. താങ്ക് യു എഡ്വിൻ. അതെ കൂട്ടുകാരെ, പച്ചപ്പും പ്രകൃതിയുടെ മനോഹാരിതയും നിറഞ്ഞ ഒരു നാടാണ് കേരളം. നീല നിറമുള്ള അറബിക്കടലും ശാന്തമായ കായലുകളും പച്ച മലനിരകളും വെള്ളച്ചാട്ടങ്ങളും എന്നിവ കേരളത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. പുലരുന്ന പ്രഭാതങ്ങളിൽ മഞ്ഞുമൂടിയ മലകളും സന്ധ്യകളിലെ സൂര്യാസ്തമയവും കാഴ്ചകൾ മനസ്സിന് സന്തോഷം നൽകുന്നു. തെങ്ങിൻ ചുവടുകൾ, നെൽവയലുകൾ, നദികൾ എന്നിവ ചേർന്നതാണ് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി. മഴക്കാലത്ത് പ്രകൃതി കൂടുതൽ പച്ച പിടിച്ച് കേരളം സ്വർഗം പോലെ തോന്നും. ഇതുകൊണ്ടാണ് കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത്. കേരളക്കാരായതിന് നമുക്ക് അഭിമാനിക്കാം. നമുക്ക് വീണ്ടും കാണുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് വേദാസ് വിജയ് തേർഡ് ബി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മെഡോണ 39.25. പറയാം, പാടാം, കേട്ടു രസിക്കാം.